എല്ലാവർക്കും സമീസ് ഫുഡ് ആൻഡ് വ്ലോഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു മീൻ കറിയാണെന്ന്. അതെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നെയ്മീൻ മുളകിട്ടതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതും നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം സ്റ്റൈലിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കപ്പേരോടെയൊക്കെ കഴിക്കാൻ അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒറ്റത്തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെ വീണ്ടും തയ്യാറാക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കിലോയും കുറച്ചുകൂടിയുള്ള നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഞാനിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇതിന് ഞാനിപ്പോൾ സ്കിന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് കറി വയ്ക്കുന്നില്ല, ഇതിൻ്റെ 1/2 kg മാത്രം ഞാൻ കറി വയ്ക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഫ്രൈക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും ഫ്രൈ ആണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സ്കിന്നൊന്നും ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. എനിക്ക് സ്കിന്ന് ഞാൻ അങ്ങനെ കറി വയ്ക്കുമ്പോഴത്തേക്ക് സ്കിന്ന് യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിന്നോടുകൂടി തന്നെ തയ്യാറാക്കാം കേട്ടോ. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ പുളി ഒന്ന് തിളപ്പിച്ച് വറ്റിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് 1 നെല്ലിക്ക വലിപ്പത്തിനുള്ള വാളംപുളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലോട്ട് 4 നല്ല പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കറിയിൽ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല, പകരം പുളിയിലിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. അതിലോട്ട് തന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2.5 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇത് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടിയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലോട്ടെടുത്ത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ തിളച്ച് നമ്മുടെ ഇട്ട പച്ചമുളകൊക്കെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അപ്പോൾ അത് വറ്റിയിട്ടുണ്ട്, നമ്മൾ വെള്ളം വെച്ചതിൽ നിന്നും വറ്റിയത് കണ്ടില്ലേ. ഇനി ഇതിൽ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് വിനീഗറിലൊക്കെ ഇട്ട് വാഷ് ചെയ്ത് എടുത്ത മീനാണ് കേട്ടോ. ഇനി നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഞാൻ കടുകാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 10 വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 2 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 15 ചെറിയ ഉള്ളിയാണ്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ ആവണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക്. ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുളിയിലും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ മതി, അധികം ബ്രൗൺ കളർ ആവാൻ നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നല്ല തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുളിവെള്ളം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കാം. തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. തിളക്കട്ടെ.
നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മീനൊക്കെ കറിയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറിയൊന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ ഏത് സെമി ഗ്രേവി ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, അല്ല തിക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ, അതായത് ഓയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡായിട്ടുണ്ട് കറിയുടെ പുറത്ത്. കണ്ടോ? ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇച്ചിരി പുളിയൊന്നും കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം മീൻ ഇങ്ങനെ ഇരിക്കും തോറും പുളി ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ മീനിലൊക്കെ പുളി പിടിക്കണമല്ലോ, എങ്കിലല്ലേ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ കുറഞ്ഞത് ഏകദേശം നമ്മളൊരു 6 hours മുന്നിട്ടെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ കറി എടുക്കാനുള്ള, എങ്കിലേ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം ഫ്ലെയിം കുറച്ചിട്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. വാവ്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഓയിലൊക്കെ സ്പ്രെഡായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചാണ് തയ്യാറാക്കിയെടുത്തത്. മാക്സിമം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലോട്ട് വെച്ചാൽ ഇതുപോലെ നെയ്യൊക്കെ പടർന്ന് സൂപ്പറായിട്ട് വരുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ നമ്മുടെ ഈ മീൻ കറി? അപ്പം ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ മുളകിട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ സമീസ് ഫുഡ് ആൻഡ് വ്ലോഗ് സൈനിങ് ഓഫ്.